സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞുണ്ടാക്കിയാൽ ചെമ്പ് സ്വർണ്ണമാകൂ. എനിക്ക് ചെമ്പാണെന്ന് ബോധ്യമുണ്ടായിട്ടാണ് ഞാനത് സ്വർണം പൂശാനായിട്ട് കൊടുത്തത്. വളരെ കൃത്യമായിട്ട് എൻ വാസു കുറ്റക്കാരനാണോ, മുരാരി ബാബു കുറ്റക്കാരനാണോ, ഇതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായ രേഖകൾ കൊടുക്കണം. ഈ രേഖകൾ എൻ്റെ അറിവിൽ SITയുടെ കയ്യിൽ ഇല്ല. ഈ പരിപാടി ദേവസ്വം ബോർഡിൽ ഭംഗിയായിട്ട് നടക്കും. ഒരു റെക്കോർഡും ദേവസ്വം ബോർഡിൽ ഉണ്ടാവില്ല. ദേവസ്വം ബോർഡിൽ റെക്കോർഡ് നശിപ്പിച്ചു. ഇത് ആര് നശിപ്പിച്ചു എന്ന് എങ്ങനെ അറിയും? 2017 നശിപ്പിച്ചോ, 18 നശിപ്പിച്ചോ, 19 നശിപ്പിച്ചോ, അതോ എലി കരണ്ട് പോയോ, ആർക്കും ഒന്നും അറിയില്ല. ദേവസ്വം ബോർഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന സാധനമൊന്നുമല്ല. ഞാനിത് തുടക്കത്തിൽ വാസുവിനെ ഞൊട്ടും എന്നൊരു സ്ഥലത്ത് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, വാസുവിനെ ഞൊട്ടും, ഒന്നും ചെയ്യാനില്ല എന്ന്. ഇവരൊക്കെ ഊരിപ്പോവും. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം വലിയ രീതിയിൽ കേരളം ചർച്ച ചെയ്തു. വലിയ വ്യക്തികളിലേക്ക് അന്വേഷണം നീങ്ങുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഓരോരുത്തർക്കായി സ്വാഭാവിക ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ എങ്ങോട്ടാണ് ഈ അന്വേഷണം പോകുന്നത്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വിമർശനം വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു, അതാണ് ഇപ്പോൾ അന്വേഷണം ഇത്തരത്തിൽ പോകുന്നത് എന്ന്. പരിശോധിക്കാം നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സാറിൻ്റെ അഭിപ്രായത്തിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ശരിയായ ദിശയിലാണോ? കാരണം ഇപ്പോൾ ഓരോരുത്തർക്കായി ജാമ്യം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോലീസുകാരുടെ ഒരു നിസ്സഹായാവസ്ഥയാണ് അത് കാണിക്കുന്നത്. അവർക്ക് കുറ്റപത്രം കൊടുക്കാനുള്ള തെളിവുകൾ കൈവശം കിട്ടിയിട്ടില്ല. ഈ കുറച്ച് മൊഴികളും പ്രശ്നങ്ങളും ഒക്കെ വെച്ചിട്ടാണ് ഇതിവിടം വരെ എത്തിച്ചത്. അതിനപ്പുറത്തേക്ക് ഖണ്ഡിതമായ കോടതിയിൽ നിലനിൽക്കുന്ന തെളിവുകൾ കയ്യിലില്ല. അതാണ് കുറ്റപത്രം നൽകാൻ അവർക്ക് പറ്റാത്തത്. തൊട്ടും തൊടിയിച്ചുമൊക്കെ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞാൽ കോടതി അത് തള്ളിയെന്ന് വെച്ചു, ഇതെടുത്തുകൊണ്ട് പോടൂ, വേറെ മര്യാദയ്ക്ക് എഴുതി കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ അത് ഇതിലും വലിയ തിരിച്ചടിയാകും. അതെ. അപ്പോൾ അവർ നോക്കിയപ്പോൾ കുറഞ്ഞ തിരിച്ചടിക്ക് നമുക്ക് സെറ്റിൽ ചെയ്യാം. ഇപ്പോൾ കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഈ പ്രതികൾക്ക് ജാമ്യം കിട്ടും, അവരിറങ്ങിപ്പോകും. സ്റ്റാറ്റ്യൂട്ടറി ബെയിലാണ്, അത് കൊടുത്തേ പറ്റുള്ളൂ കോടതികൾക്ക്. അപ്പോൾ ബെയിലിൽ ഇവരിറങ്ങും, അത്രയല്ലേ ഉള്ളൂ. ഇറങ്ങിയിട്ടെങ്ങും പോകാനൊന്നും പോകുന്നില്ലല്ലോ. ഇവരെ നമുക്ക് വിശദമായിട്ട് പിടിക്കാം. ഇതായിരിക്കണം പോലീസുകാരുടെ ഈ തീരുമാനത്തിന് പിന്നിൽ. അതല്ലെങ്കിൽ 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കണമെന്നും ഇല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ കിട്ടുമെന്നും ഒക്കെ പോലീസുകാർക്ക് നന്നായിട്ടറിയാം. അതെ, അറിഞ്ഞുകൂടായിട്ടൊന്നുമല്ല. ബട്ട് മറ്റേ സീനാണ് അവരെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. ഒരു ഇനഡക്വേറ്റ് ചാർജ് ഷീറ്റ്, വേണ്ട കാര്യങ്ങൾ ഇല്ലാത്ത ഒരു ചാർജ് ഷീറ്റ് കൊടുത്ത് കോടതി അത് തള്ളിക്കളഞ്ഞാൽ അവരെ ചിലപ്പോൾ രൂക്ഷമായിട്ട് വിമർശിച്ചു എന്നും വരും. ഈ ചാർജ് ഷീറ്റിൽ ചാർജൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാണക്കേടാകും. അതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ഇതിൽ വരുന്ന ഒരു പ്രശ്നം, തുടക്കം മുതൽ അതാരും ഗൗരവമായിട്ട് എടുക്കുന്നില്ല, എന്നാൽ അടിസ്ഥാനപരമായ വിഷയമാണ് ലിയോ. ഈ എൻ വാസു ജാമ്യാപേക്ഷയിൽ വാദിച്ചത് ഇത് സ്വർണമായിരുന്നില്ല, ചെമ്പായിരുന്നു എന്നാണ്. സ്വർണമാണെന്ന് ആര് പറഞ്ഞു? നിങ്ങൾ കുറച്ച് പേര് പറഞ്ഞുണ്ടാക്കിയാൽ ചെമ്പ് സ്വർണ്ണമാകൂ. എനിക്ക് ചെമ്പാണെന്ന് ബോധ്യമുണ്ടായിട്ടാണ് ഞാനത് സ്വർണം പൂശാനായിട്ട് കൊടുത്തത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു, അല്ല അത് വിജയ് മല്യ സ്വർണം പൂശി. വിജയ് മല്യ സ്വർണം പൂശി എന്നൊക്കെ പറഞ്ഞ് എവിടെ പൂശി? ദ്വാരപാലക പാളികൾക്ക് വിജയ് മല്യ സ്വർണം പൂശിയിരുന്നെങ്കിൽ അതിൻ്റെ റെക്കോർഡ് എവിടെ? അപ്പോൾ വിജയ് മല്യ തന്ന ഒരു റെക്കോർഡാണ് കയ്യിലുള്ളത്. വിജയ് മല്യ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇന്ന സ്ഥലത്ത് ഇത്ര സ്വർണം പൊതിഞ്ഞു പൂശി എന്നൊക്കെ പറയും. വിജയ് മല്യ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും? വാസു പറയുന്നത് ഞാനായിരുന്നു ഇൻചാർജ്, ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എനിക്കറിയാം ഇത് ചെമ്പാണെന്ന്. ഇത് 98-ൽ പൂശിയ ഒരു റെക്കോർഡും ദേവസ്വം ബോർഡിൻ്റെ കയ്യിലില്ല. വിജയ് മല്യയുടെ റെക്കോർഡ് ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡാകുന്നത് എങ്ങനെയാണ്? ഒരാൾ എഴുതി തരികയാണ്, ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ 15 പവൻ്റെ സ്വർണ്ണമാല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ അമ്പലത്തിൽ അത് കിട്ടിയെന്ന് അർത്ഥമാകുന്നുണ്ടോ? ഇല്ലല്ലോ. ശരിയാണ്. ഇയാളുടെ ഒരു എഴുത്ത് മാത്രമാണത്.
ഇതാണ് വാസു ജാമ്യത്തിൻ്റെ സമയത്ത് ഉന്നയിച്ച വിഷയം. അതുകൊണ്ട് താൻ നിരപരാധിയാണ് എന്ന് വാസു വാദിച്ചു. അന്ന് ജസ്റ്റിസ് ബദറുദ്ദീൻ ഈ ജാമ്യാപേക്ഷ പരിഗണിച്ച ഹൈക്കോടതിയിലെ ജഡ്ജ് SITയോട് ചോദിച്ചു, ഇയാൾ പറയുന്നതിന് നിങ്ങൾക്ക് എന്താ മറുപടി? സ്വർണം പൂശിയിരുന്നു, ഇത് സ്വർണത്തിൻ്റെ ആയിരുന്നു എന്നുള്ളതിന് എന്താ തെളിവ്? ഇവർ തെളിവ് ഹാജരാക്കിയത് എന്താണെന്നറിയാമോ? ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് കൊടുത്ത കത്ത്, അതിൽ ദ്വാരപാലക പാളികൾക്ക് സ്വർണം പൂശിയതാണ് എന്ന് പറയുന്നുണ്ട്. ബട്ട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറോട് പറഞ്ഞുകൊണ്ടൊന്നും ചെമ്പ് സ്വർണ്ണമാകുന്നില്ലല്ലോ. അതൊരു കത്ത് മാത്രമാണ്. പിന്നെ ഇവർ 5 സാക്ഷികളെ ഹാജരാക്കി. ആ 5 സാക്ഷികളുടെ പേരും ഒക്കെ കോടതി വാസുവിൻ്റെ ജാമ്യം തള്ളിയ ഉത്തരവിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ 5 സാക്ഷികൾ എന്താ ചെയ്തതെന്നറിയാമോ? അവർ 98-ൽ 99-ലൊക്കെ സ്വർണം പൊതിയുന്നത് പൂശുന്നതൊക്കെ ഞങ്ങൾ കണ്ടു എന്നാണ് അവരുടെ സാക്ഷി. ഓക്കെ, ഇതെങ്ങനെ ശരിയാവും? സ്വർണം പൊതിയുന്നിടത്ത് ഇയാൾ പോയി വായി നോക്കി നിന്നിരുന്നു, ഇതാണ് സാക്ഷി. അല്ലാതെ അത് സ്വർണമായിരുന്നു നിങ്ങൾക്ക് എങ്ങനെ പറയാൻ പറ്റും? അത് പറയാൻ പറ്റില്ലല്ലോ. തെങ്ങ് കയറുന്നിടത്ത് മോഹൻദാസ് നിന്നിരുന്നു, പക്ഷേ തെങ്ങിൽ നിന്ന് തേങ്ങയാണ് വീണതെന്ന് ഇങ്ങനെ പറയാൻ പറ്റും? പേടാണെങ്കിലോ അത് മോഹൻദാസ് കുലുക്ക് നോക്കിയിട്ടില്ലല്ലോ. അതിൻ്റെ എക്സ്പെർട്ടീസും മോഹൻദാസിനില്ല. അപ്പോൾ സന്നിധാനത്ത് ആ സമയത്ത് വായി നോക്കി നിന്ന ആൾക്കാരൊക്കെ സ്വർണം പൂശിയതാണ് എന്ന് സർട്ടിഫൈ ചെയ്യാൻ തുടങ്ങിയാൽ ഇതൊന്നും സ്വർണ്ണമാവില്ല. അതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അത് കഴിഞ്ഞ് ഇത് ബദറുദ്ദീൻ്റെ കോടതി, നെക്സ്റ്റ് രാജാവിജയരാഘവൻ്റെ കോടതി കൂടി. അവിടെ SIT പറഞ്ഞു, വിജയമല്യ സ്വർണം പൂശിയ രേഖകൾ 460 പേജ് ഞങ്ങളുടെ കയ്യിൽ കിട്ടി എന്ന് പറഞ്ഞു. കോടതി അത് രേഖപ്പെടുത്തുന്നുണ്ട്. SIT ഇൻഫോം ദാറ്റ് ദേ ഗോട്ട് ദ റെക്കോർഡ്സ് പെർട്ടൈനിങ് ടു ദ ഗോൾഡ് പ്ലേറ്റിംഗ് ബൈ യുണൈറ്റഡ് ബ്രൂവറീസ് എന്ന് കോടതി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ റെക്കോർഡും വിജയമല്യ തന്ന റെക്കോർഡാണെങ്കിലോ ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡ് എവിടെ? അത് കാണുന്നില്ല. ഇപ്പോൾ പറയുന്നത് ദേവസ്വം ബോർഡിൻ്റെ റെക്കോർഡ് അന്ന് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു, ആ ഹൈക്കോടതി ഉത്തരവിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത റെക്കോർഡുണ്ട് എന്നാണ്. ഈ റെക്കോർഡ് ഒരു ഇൻഡയറക്റ്റ് റെക്കോർഡാണ്. നിങ്ങൾ വേറെ ഒരാവശ്യത്തിന് കോടതിയിൽ സമർപ്പിച്ച റെക്കോർഡ് നിങ്ങൾക്ക് വേറൊരു കേസിൽ തെളിവായിട്ട് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് ട്രയൽ കോർട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ്. വേർ ഈസ് ദ ഒറിജിനൽ റെക്കോർഡ് എന്ന് ചോദിക്കും ട്രയൽ കോർട്ടിൽ. ഫോട്ടോ കോപ്പി കൊടുത്താൽ പറ്റില്ല. വേറൊരു കോടതിയിൽ ഞങ്ങൾ സബ്മിറ്റ് ചെയ്തതിൻ്റെ കോപ്പിയാണ് ഇത് എന്ന് പറഞ്ഞാൽ പറ്റില്ല. ഒറിജിനൽ വേണം. ട്രയൽ കോർട്ടിലെ സംഗതി അറിയാമല്ലോ. 1975 ജൂൺ 23 കേരള കൗമുദിയുടെ ഫോട്ടോ കോപ്പിയാണെന്ന് പറഞ്ഞാൽ ട്രയൽ കോർട്ട് പോയി പണി നോക്കാൻ പറയും, ഒറിജിനൽ കൊണ്ടുവരാൻ പറയും. അല്ലെങ്കിൽ കേരള കൗമുദിയിൽ വന്ന് ആ ദിവസത്തെ പത്രത്തിൻ്റെ ഫോട്ടോ കോപ്പി എടുത്ത് അതിൻ്റെ ചുമതലക്കാരൻ ആരാണോ അയാളെ കൊണ്ട് സർട്ടിഫൈ ചെയ്യിച്ച് കോടതിയിൽ ഹാജരാക്കേണ്ടി വരും. ഇതാണ് ട്രയൽ കോടതിയുടെ പതിവും സ്വഭാവവും. നിങ്ങൾക്കൊരു റിട്ട് പെറ്റീഷനിൽ ഫോട്ടോ കോപ്പിയൊക്കെ കൊടുക്കാം. കാരണം റിട്ട് പെറ്റീഷൻ വിശാലമായ ഒരു പ്രശ്നത്തെ ചൊല്ലിയുള്ള പരാതിയാണ് റിട്ട് പെറ്റീഷൻ. ക്രിമിനൽ കേസ് അങ്ങനെയല്ല. വളരെ കൃത്യമായിട്ട് വാസു കുറ്റക്കാരനാണോ, മുരാരി ബാബു കുറ്റക്കാരനാണോ, ഇതാണ് നോക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായ രേഖകൾ കൊടുക്കണം. ഈ രേഖകൾ എൻ്റെ അറിവിൽ SITയുടെ കയ്യിൽ ഇല്ല. ഫലത്തിൽ ഇപ്പോൾ വിദേശത്ത് നിന്ന് വിജയമല്യ വന്നിട്ട് ഞാൻ സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് പറഞ്ഞാൽ പോലും കോടതി വിശ്വസിക്കുകയില്ല. നിങ്ങൾ പറഞ്ഞാൽ പോരല്ലോ ഇത് സ്വർണമായിരുന്നു എന്നുള്ളതിന് തെളിവ് വേണ്ടേ? ഇല്ല. എന്നാൽ 98-ൽ പൂശിയ പാളി ഉണ്ടോ കയ്യിൽ? അതുമില്ല. അത് 2019 മാറ്റി, പിന്നെ 2025 മാറ്റാൻ പോയി. പകുതി ഉരുക്കി കഴിഞ്ഞപ്പോൾ ഹൈക്കോടതി പിടിച്ചു. ഉരുക്കിയ സ്വർണം തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ അത് സോളിഡാക്കി മാറ്റിയിട്ട് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ വിജയമല്യ പൂശി എന്ന് പറയുന്ന സ്വർണം ഏതായാലും അപ്രത്യക്ഷമായി കഴിഞ്ഞു എവിടെയൊക്കെയോ. അപ്പോൾ ഒറിജിനൽ റെക്കോർഡുമില്ല. അപ്പോൾ വാസു പറയുന്നത് കറക്റ്റായിട്ട് വരില്ലേ? ഒന്നുമില്ലെങ്കിൽ സംശയത്തിൻ്റെ ആനുകൂല്യം വാസുവിന് കൊടുക്കേണ്ടി വരില്ലേ? ശരിയാണ്. ഇതാണ് യഥാർത്ഥ പ്രശ്നം. ഈ വാദം വാസു മാത്രമല്ല, മുരാരി ബാബു ഉന്നയിച്ചിട്ടുണ്ട്, പത്മകുമാറും ഉന്നയിച്ചിട്ടുണ്ട്.
ഹൈക്കോടതിയിൽ ആരൊക്കെ വന്നോ അവരെല്ലാം ഉന്നയിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ വരാത്ത ആൾക്കാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയൊക്കെ അവർ ഉന്നയിച്ചിട്ടില്ല. കീഴ്ക്കോടതിയിൽ അവരെന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കീഴ്ക്കോടതി റെക്കോർഡ്സ് അവൈലബിൾ അല്ല. ഹൈക്കോടതിയിൽ വന്ന റെക്കോർഡ് വെച്ചാണ് ഞാനിത് പറയുന്നത്. ഇതൊക്കെ കുറ്റപത്രം കൊടുക്കാനുള്ള തടസ്സങ്ങളാണ്. SITക്ക് സംഭവിച്ച വീഴ്ചയല്ല ഇതിപ്പോൾ. പക്ഷേ അത്തരത്തിലൊരു രേഖ അവിടെ ഇല്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇത് എന്താണ് അവിടെ 98-ൽ വിജയ് മല്യ കൊടുത്തത് എന്നുള്ളത് സംബന്ധിച്ച് അത് ലിയോ, ഈ പണ്ട് നമ്മുടെ ബാങ്ക് കൊള്ളയടിക്കും ആൾക്കാർ. അതിൻ്റെ കൂടെ ബാങ്കിൻ്റെ റെക്കോർഡ് ബുക്കെല്ലാം കൂടെ കൂട്ടിയിട്ട് തീ കത്തിക്കും. ഈ കള്ളന് കാശെടുത്തുകൊണ്ട് പോയാൽ മതി, റെക്കോർഡ് കത്തിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അയാൾക്കൊരു പ്രയോജനവുമില്ല. റെക്കോർഡ് കത്തിക്കുന്നത് അവിടുത്തെ മാനേജരാണ്. മോഷണം നടന്നു എന്ന് ആദ്യം രാവിലെ വാച്ചർ വന്ന് തുറക്കുമ്പോഴാണ് മോഷണം നടന്നു എന്ന് അറിയുന്നത്. സാറേ ഇവിടെ പ്രശ്നമാണ്, എല്ലാം കൂടെ വാരി വലിച്ചതാണ്, കാശൊക്കെ കൊണ്ടുപോയി എന്ന് മാനേജർ ഓടി വരും. എന്നിട്ട് റെക്കോർഡ് കത്തിക്കും. റെക്കോർഡ് കത്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള കാശ്, മുഴുവൻ കാശൊന്നും കള്ളം കൊണ്ടുപോയി കാണില്ല, ബാക്കിയുള്ള കാശ് മാനേജർ എടുക്കും. റെക്കോർഡാണെങ്കിൽ കത്തിപ്പോവുകയും ചെയ്തു. അപ്പോൾ എന്തു ചെയ്യും? ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. ഈ പരിപാടി ദേവസ്വം ബോർഡിൽ ഭംഗിയായിട്ട് നടക്കും. ഒരു റെക്കോർഡും ദേവസ്വം ബോർഡിൽ ഉണ്ടാവില്ല. ദേവസ്വം ബോർഡിൽ റെക്കോർഡ് നശിപ്പിച്ചു കഴിഞ്ഞ് ഇത് ആര് നശിപ്പിച്ചു എന്ന് എങ്ങനെ അറിയും? 2017 നശിപ്പിച്ചോ, 18 നശിപ്പിച്ചോ, 19 നശിപ്പിച്ചോ, അതോ എലി കരണ്ട് പോയോ, ആർക്കും ഒന്നും അറിയില്ല. ദേവസ്വം ബോർഡ് നമ്മൾ വിചാരിക്കുന്ന പോലെ സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കുന്ന സാധനമൊന്നുമല്ല. അതിപ്പോഴും അങ്ങനെയല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയത് നമ്മളുടെ ഗോവർദ്ധൻ ഉണ്ടല്ലോ, ബെല്ലാരിയിലെ ജ്വല്ലർ, അതെ അതെ അതെ, അയാളുടെ ജാമ്യാപേക്ഷ 278 പേജുണ്ട്. അതിൽ ഇയാൾക്ക് കൊടുത്ത രസീതുകൾ ദേവസ്വം ബോർഡിൽ നിന്ന് പല ആവശ്യങ്ങൾക്കായിട്ട് മറ്റേ പടിപൂജ നടത്തി അത് ഇതെന്നൊക്കെ പറഞ്ഞ് രസീത് 75,000 രൂപയുടെ രസീതൊക്കെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന രസീതിൻ്റെ ഒരു ഗൗരവം പോലും ഹാൻഡ് റിട്ടൺ ആണ് രസീത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ നേതാജി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞ് കാശ് പിരിക്കാനായിട്ട് പിള്ളേർ രസീത് ബുക്ക് അടിക്കുമല്ലോ, അതുപോലത്തെ ബുക്കാണ്. അതിലാണ് 75,000 രൂപ, 5,20,000 രൂപ, നിസ്സാര തുകയാണോ രസീത് കൊടുക്കുന്നത്. പടിപൂജയുടെ രസീത്, അതിൻ്റെ മറ്റ് ചിലവുകളുടെ രസീത്, ഇതെല്ലാം കൊടുക്കുന്നത്. ഇപ്പോഴും ദേവസ്വം ബോർഡ് കമ്പ്യൂട്ടറൈസ്ഡ് അല്ല. ഹെഡ് ഓഫീസിൽ കുറച്ച് കമ്പ്യൂട്ടറൈസ്ഡ് ആയി കാണാം. ഈ അലങ്കോലമായിട്ടാണ് ദേവസ്വം ബോർഡ് കിടക്കുന്നത്. ഇപ്പോഴും ഹൈക്കോടതി പോലും ചോദിക്കാത്തൊരു ചോദ്യമുണ്ട്, നിങ്ങളുടെ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ? അതെ, ലേറ്റസ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് വേണമല്ലോ. ശരിയാണ്. 10 കൊല്ലം പുറകിലാണ്. ശരി, 10 കൊല്ലം പുറകിലുള്ളത് കൊണ്ടുപോവാം, ഇല്ല. അപ്പോൾ അത് വലിയൊരു പ്രശ്നമാണ് ദേവസ്വം ബോർഡിൽ. ചുമ്മാ അലമ്പാക്കിയിട്ടിരിക്കുകയാണ് അഡ്മിനിസ്ട്രേഷൻ മുഴുവൻ. ഇതുകൊണ്ട് SITക്ക് എന്ത് വന്നു? കൃത്യമായിട്ട് കോടതിയെ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ പറ്റാതെ വന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട്. എന്താ നടക്കുന്നത്? ഓരോ തവണയും SIT ചെയ്ത കാര്യങ്ങൾ ഹൈക്കോടതിയെ ബോധിപ്പിക്കും, സമയം കൂട്ടിച്ചോദിക്കും. ഹൈക്കോടതി ഇവർ ചെയ്ത കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യും, സമയം കൂട്ടിക്കൊടുക്കും. ഇതാണ് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ചെയ്യുന്നത്. എന്നിട്ട് SITയുടെ റിപ്പോർട്ടിലുള്ള കാര്യങ്ങളുടെ ഒരു രത്ന ചുരുക്കം അദ്ദേഹം ആ ഓർഡറിൽ വിശദീകരിക്കും. ഓർഡർ അപ്ലോഡ് ചെയ്യും, നമ്മളെല്ലാം വായിക്കും. പലർക്കും രോമാഞ്ചം വരും ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ. മറ്റേ വിഗ്രഹക്കടത്ത് പോലെയാണ്, അന്താരാഷ്ട്രമാണെന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ബഹളം വയ്ക്കാനൊരു പോയിൻ്റായി. അതല്ലാതെ കൺഫേംഡായിട്ട് ഒരു കാര്യം ഒരാളെ കുറ്റം തീരുമാനിക്കലും ഇതൊന്നും ഹൈക്കോടതിക്ക് ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം ചെയ്യേണ്ടത് ട്രയൽ കോടതിയാണ്. അതെ അതെ, അവിടെ ഇവർക്ക് ഈ കുറ്റപത്രം കൊടുക്കാനും പറ്റുന്നില്ല. ഇതാണ് ഇതിൻ്റെ കുരുക്ക്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞവനെ തല്ലും എന്നുള്ള സ്ഥിതിയാണിപ്പോൾ. ഞാനിത് തുടക്കത്തിൽ വാസുവിനെ ഞൊട്ടും എന്നൊരു സ്ഥലത്ത് പറഞ്ഞു. ഇപ്പോഴും ഞാൻ പറയുകയാണ്, വാസുവിനെ ഞൊട്ടും, ഒന്നും ചെയ്യാനില്ല എന്ന്. ഇവരൊക്കെ ഊരിപ്പോവും. കാരണം ഫുൾ പ്രൂഫായ ഒരു കേസില്ലാതെ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കാൻ പറ്റില്ല. ക്രിമിനൽ കേസിൽ നിങ്ങൾക്ക് ആകെ പ്രതിഭാഗത്തിന് ചെയ്യാനുള്ളത് എന്താ? ഒരു സംശയം ഉണ്ടാക്കുക. ആ സംശയത്തിൻ്റെ ആനുകൂല്യത്തിൽ ആൾ വിട്ടുപോകും. ഒന്നാമത് ഇവർക്കൊക്കെ ഒരുപാട് പ്രായമായി, 80ആയി, 81, 82 ആയി. ഇനിയിപ്പോൾ എന്തുവരെ തന്നെ എത്ര കാലം അവർ ജീവനോടെ ഉണ്ടാവും? അതുവരെ കേസൊന്ന് നിരക്കി കൊണ്ടുപോകണം. ഇത്രയല്ലേ ഉള്ളൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇതിൽ ആരൊക്കെ ഇടപെട്ടു എന്നുള്ളതിന് നമുക്ക് ഒരു ഇതും പറയാൻ പറ്റില്ല. ഇടപെടുന്നവരാരും ഇൻ റൈറ്റിംഗ് കൊടുത്തിട്ടല്ല ഇടപെടുന്നത്. അതെ, ഇടപെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്.
സർക്കാർ ഇടപെടുന്നുണ്ട്, ദേവസ്വം മന്ത്രി ഇടപെടുന്നുണ്ട്. ഇപ്പോൾ CPMകാർ TV ചർച്ചയിലൊക്കെ പറയാറില്ലേ, ദേവസ്വം ബോർഡിൽ സർക്കാരിന് ഇടപെടാൻ പറ്റില്ല. ദേവസ്വം ബോർഡ് സ്വതന്ത്രമാണ്. ബോർഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ സർക്കാരിന് അതിനകത്ത് ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ പിന്നെ അതിനൊരു മന്ത്രി എന്തിനാ? അതാണ്. സർക്കാരിന് ഒന്നും ചെയ്യാനില്ല, ഒരു റോളും ഇല്ല, പിന്നെ മന്ത്രി എന്തിനാ? ദേവസ്വം സെക്രട്ടറി എന്തിനാ? വലിയ ദേവസ്വം ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനാണ് സെക്രട്ടേറിയറ്റിൽ? ഇവർക്കൊക്കെ എന്താ ജോലി? അപ്പോൾ ഒന്നും ചെയ്യാനല്ല, ഇടപെടാൻ തന്നെയാണ്. സർക്കാർ ഇടപെടുന്നുണ്ട്, ഉദ്യോഗസ്ഥർ ഇടപെടുന്നുണ്ട്. ദേവസ്വത്തിന് പ്രിൻസിപ്പൽ സെക്രട്ടറി, ദേവസ്വം എന്ന് പറഞ്ഞ സെക്രട്ടറി ഉണ്ട്, മന്ത്രിയുണ്ട്, അതുകൂടാതെ ബാക്കി ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉണ്ട്. അവരെല്ലാം ഇടപെടുന്നുമുണ്ട്. മുഖ്യമന്ത്രി ഇടപെടുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് സകല വകുപ്പിലും ഇടപെടാം, അദ്ദേഹം ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ ഇടപെട്ടതിന് വല്ല തെളിവും ഉണ്ടാവുമോ കയ്യിൽ? ഒരു സാധനം ഉണ്ടാവില്ല. തെളിവ് വെച്ചിട്ടല്ലല്ലോ ആൾക്കാർ ഇടപെടുന്നത്. ന്യായമായ രീതിയിൽ ഇടപെടാനാണെങ്കിൽ റൈറ്റിങ്ങിൽ കൊടുക്കും. അതല്ലാത്തത് വെർബലിയാണ് ഇൻസ്ട്രക്ഷൻസ് പോകുന്നത്. ഈ വെർബൽ ഇൻസ്ട്രക്ഷൻസ് അനുസരിക്കണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് അതാത് ഭരണകക്ഷി വരുമ്പോൾ ആ ഭരണകക്ഷിയിലെ വിശ്വസ്തന്മാരെ ദേവസ്വം ബോർഡിൽ വയ്ക്കുന്നത്. അല്ലാതെ ഇവർ മിടുക്കന്മാരായതുകൊണ്ടല്ലല്ലോ. പത്മകുമാറിനും പ്രശാന്തിനും ഭരണപരിചയം ഉള്ളതുകൊണ്ടല്ലല്ലോ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആക്കിയത്. പാർട്ടിയോട് ലോയൽറ്റി ഉള്ളത് കൊണ്ടാണ്. അല്ലാതെ വേറൊന്നുമല്ല. അവരൊരു പെട്ടിക്കട നടത്തിയുള്ള പരിചയം അവർക്കില്ല. ഉണ്ടോ? അവരുടെ കയ്യിലാണ് 10,000 കോടി രൂപയുടെ വരുമാനം. പിന്നെ ഈ ആഭരണങ്ങൾ, സ്വർണം, വജ്രം, വൈഡൂര്യം, പവിഴം, ഗോമേതകം, ഈ സാധനങ്ങളുടെ മുഴുവൻ കസ്റ്റോഡിയനായിട്ട് ഈ ഇരിക്കുന്ന ആൾ ജീവിതത്തിൽ ഒരു കപ്പലടി കച്ചവടം പോലും നടത്തി ശീലമില്ലാത്ത ആളാണ്. ലോയൽ ടു പാർട്ടി. അപ്പോൾ അവർ എന്ത് വേണമെങ്കിലും ചെയ്യാം ദേവസ്വം ബോർഡിൽ. അതിൻ്റെ റെക്കോർഡങ്ങ് നശിപ്പിച്ചാൽ മതി. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് കമ്പ്യൂട്ടറൈസ്ഡ്. ഈ കമ്പ്യൂട്ടറൈസ് ചെയ്തു തന്നെ വെച്ചോ. നമ്മുടെ കരുവന്നൂർ ബാങ്ക് കമ്പ്യൂട്ടറൈസ്ഡ് ആയിരുന്നു. വാട്ട് ഹാപ്പൻ? കോടികൾ മറിച്ച് കളഞ്ഞില്ലേ? കമ്പ്യൂട്ടറിൽ ഒരുപക്ഷെ കുറച്ചുകൂടെ എളുപ്പമാണ് ഡിലീറ്റ് ചെയ്യാനൊക്കെ. മറ്റേതാണെങ്കിൽ കടലാസ് കീറി എവിടെയെങ്കിലും കൊണ്ടുപോയി ആരും കാണാതെ കത്തിക്കാനൊക്കെ പോകണം. ഇതങ്ങനെയൊന്നുമില്ല. ഒറ്റ ക്ലിക്കിൽ കംപ്ലീറ്റ് ശൂന്യമായി കിട്ടും. ഈ പ്രശ്നത്തിലാണ് SIT പെട്ടിരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതല്ലെങ്കിൽ 90 ദിവസത്തിനും കുറ്റപത്രം കൊടുക്കാനെന്താ? കുറ്റപത്രം ഒരു തവണ കൊടുത്തിട്ട് നിങ്ങൾക്ക് അഡീഷണൽ കുറ്റമുണ്ടെങ്കിൽ അഡീഷണൽ കുറ്റപത്രം വീണ്ടും ഫയൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഈ കുറ്റപത്രത്തിൽ ചില്ലറ ഡിഫക്റ്റൊക്കെ ആണെങ്കിൽ കോടതി തിരിച്ചു തരും. ആ ഡിഫക്റ്റ് ക്യൂർ ചെയ്തിട്ട് വീണ്ടും സമർപ്പിക്കാം. ഇതിനൊക്കെയുള്ള പ്രൊവിഷനുണ്ട്. എന്നിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തത് ഇവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. കുറ്റപത്രത്തിനുള്ള ബേസിക് ആയുധങ്ങൾ കയ്യിലില്ല. അതുകൊണ്ടാണ് ഇത് കൊടുക്കാത്തത്. അതിനെ തുടർന്ന് എന്ത് സംഭവിക്കുന്നു? പ്രതികൾ ഓരോരുത്തരായിട്ട് ജാമ്യത്തിൽ വിട്ടുപോകുന്നു. നമ്മുടെ നാട്ടിൽ പൊതുവെ ഒരു ധാരണ, ഒരാളെ അറസ്റ്റ് ചെയ്താൽ അയാളുടെ കഥ കഴിഞ്ഞുവെന്നും അയാൾക്ക് ജാമ്യം കിട്ടിയാൽ അയാൾ ജയിച്ചു എന്നുമാണ്. കേസിൻ്റെ ഫൈനൽ റിസൾട്ട് ആരും നോക്കാറില്ല. സാധാരണ അങ്ങനെയാണല്ലോ. ജാമ്യം കിട്ടിയാൽ അയാൾ നീതി നടപ്പായി എന്നൊക്കെ പറഞ്ഞ് ക്ലെയിം ചെയ്ത് കളയും. ഏത് ജാമ്യത്തിലാണ് ആശാൻ. അതെ. പക്ഷേ പുള്ളി പറയും സത്യം ജയിച്ചു, കോടതിക്ക് എൻ്റെ ഭാഗം മനസ്സിലായി, അതുകൊണ്ടാണ് എനിക്ക് ജാമ്യം തന്നത്. ജാമ്യം തന്നു എന്ന് വെച്ചാൽ താൻ കുറ്റവാളി, അപ്പോഴും കുറ്റവാളിയാണ്, കുറ്റക്കാരൻ തന്നെയാണ്. ജാമ്യത്തിലാണ് ഇറങ്ങിയിരിക്കുകയാണ്, ആൾ ജാമ്യത്തിൽ, കാശ് ജാമ്യത്തിൽ. പക്ഷേ നാട്ടിൽ പൊതുവെ ജാമ്യം കിട്ടിക്കഴിഞ്ഞാൽ അയാൾ യോഗ്യനായി എന്നാണ് വയ്പ്പ്. അപ്പോൾ അത് ഇവരുടെ കാര്യത്തിലും സംഭവിക്കും. സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടി പരമയോഗ്യനായിട്ട് ഇവർ വീട്ടിൽ പോകും. ദിസ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ്. അല്ല സാർ, ഈ VD സതീശൻ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദം ചെലുത്തി അന്വേഷണം അട്ടിമറിക്കാനായി. പക്ഷേ ഇപ്പോൾ അങ്ങ് പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ സമ്മർദ്ദം സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ അത് പോയിട്ടുണ്ടാവുക ഇത്തരത്തിലുള്ള രേഖകൾ അപ്രത്യക്ഷമാക്കാൻ ആയിരിക്കില്ലേ? ഇതിന് സമ്മർദ്ദമൊന്നും വേണ്ടെന്ന്. ഞാൻ ചെയ്യുന്നത് കുഴപ്പമാണെന്ന് എനിക്ക് തന്നെ അറിയാം. അതുകൊണ്ട് ആ രേഖ കീറിക്കളയുകയോ കത്തിച്ച് കളയുകയോ ചെയ്യേണ്ടതാണെന്ന് എനിക്കറിയാം. എന്നോട് ആരും വിളിച്ചു പറയുകയൊന്നും വേണ്ടല്ലോ. അത് VD സതീശൻ ഈ മഹാത്മ്യം പറയുന്നു. VD സതീശൻ നമ്മുടെ VS ശിവകുമാർ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ VD സതീശൻ അന്ന് ഭരണകക്ഷിയില്ല. അന്ന് ഈ ദേവസ്വത്തിലെ കാശ് ഇങ്ങനെ അടിച്ചു മാറ്റുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഹിന്ദു ഐക്യവേദി ഒരു ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ VD സതീശനാണ് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങിയത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് VD സതീശൻ്റെ ശൈലി. വെള്ളത്തിന് തീ പിടിപ്പിക്കുന്ന ദുഷ്പ്രചരണമാണ് സാർ നടക്കുന്നത്. VS ശിവകുമാർ അവിടെ ഇരിക്കുന്നു. VS ശിവകുമാർ ആകെ ഒരു പോയിൻ്റേ പറഞ്ഞുള്ളൂ, ഞങ്ങൾ സർക്കാർ ഒരു പൈസ ദേവസ്വം ബോർഡിൽ നിന്ന് എടുക്കുന്നില്ല. ബാക്കി പ്രസംഗം മുഴുവൻ
വി ഡി സതീശൻ്റെ ആയിരുന്നു. വി ഡി സതീശൻ്റെ സബ്മിഷനായിരുന്നു അത്. നാട്ടിൽ മുഴുവൻ അനാവശ്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നു, ദേവസ്വം ബോർഡിൽ കുഴപ്പമാണ്, അവിടുന്ന് സർക്കാർ കാശടിക്കുന്നു പിടിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ വി ഡി സതീശൻ ഇന്നിപ്പോൾ നേരെ തിരിച്ചു പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഭരണം പിണറായി വിജയൻ്റെ കയ്യിലായതുകൊണ്ട്. ഭരണം വി ഡി സതീശൻ്റെ കയ്യിൽ കൊടുത്തേ പുള്ളി പറയും എവരിത്തിങ് ഈസ് ഓക്കെ, ദേവസ്വം ബോർഡിൽ ഒരു കുഴപ്പമില്ല. മറ്റവരിരുന്നപ്പോൾ ഉണ്ടായ കുഴപ്പം അത് പിടിച്ചിട്ടുണ്ട്, എന്നിട്ട് അതങ്ങ് ഒതുക്കിക്കളയും. ഇതാണ് ഇവർ ചെയ്യുന്നത്. മാറി മാറി അധികാരത്തിൽ വന്നിട്ട് അവർക്ക് ആവശ്യമുള്ള ഓർഡിനൻസ് ഇറക്കും. ഈ ദേവസ്വം ആക്ട് ഉണ്ടല്ല, ദേവസ്വം ആക്ടിൻ്റെ ഒരു കോപ്പി സർക്കാരിൻ്റെ കയ്യിലില്ല. മനസ്സിലായ? ഓക്കെ. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ഒരു കോപ്പി ചോദിച്ചു. സർക്കാർ എനിക്ക് കോപ്പി തന്നു. ഏത് കോപ്പിയാണെന്നറിയാം? മാർക്കറ്റിൽ കിട്ടും. PR രമേശൻ എന്ന വക്കീൽ വ്യാഖ്യാനിച്ച ദേവസ്വം ബോർഡ് ആക്ട്, അത് ഹാർഡ് ബൗണ്ട് ചെയ്തിട്ട് 350 രൂപയാണ്. ഇതിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് തന്നിട്ട് എൻ്റെ നിന്ന് കാശ് മേടിച്ചു സർക്കാർ. സർക്കാരിൻ്റെ കയ്യിൽ ആക്ട് ഇല്ല. ഈ വക്കീലിൻ്റെ കോപ്പിയും കൊണ്ടാണ് സർക്കാർ നടക്കുന്നത്. ദേവസ്വം ആക്റ്റിൽ ഇപ്പോഴും ശിക്ഷ എന്താണെന്നറിയാമോ? ട്രാവൻകൂർ പീനൽ കോഡ് വെച്ചുള്ള ശിക്ഷയാണ്. ട്രാവൻകൂർ പീനൽ കോഡ് സ്വാതന്ത്ര്യം കിട്ടിയതോടെ അപ്രത്യക്ഷമായൊരു സാധനമാണ് ട്രാവൻകൂർ പീനൽ കോഡ്. പക്ഷേ ഇപ്പോഴും ആക്റ്റിൽ ഇന്ന് ലിയോ ഒരു കോപ്പി വാങ്ങിച്ച് അവിടെ ഏതെങ്കിലും ലോ ബുക്ക് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ ദേവസ്വം ആക്ട് കിട്ടും. അതിൽ നോക്കുക, അതിൽ ശിക്ഷ, കുറ്റങ്ങൾക്കുള്ള ശിക്ഷ പറഞ്ഞിട്ടുണ്ട്. ട്രാവൻകൂർ ക്രിമിനൽ കോഡ്, ട്രാവൻകൂർ ക്രിമിനൽ ആക്ട്, ഇത് വെച്ചുള്ള ശിക്ഷയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലും ഇതുവരെ തിരുത്തിയിട്ടില്ല. എത്ര വർഷമായി? 1950 പാസ്സാക്കിയ ആക്റ്റാണ്. ഓക്കെ. ആർക്കും ഒരു ശ്രദ്ധയുമില്ല, ഒന്നുമില്ല. നമ്മളാണ് വിചാരിക്കുന്നത് ഈ ദൈവം വലിയ ആളാണ്, അത് ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊണ്ടുപോയി അവിടെ കാശുമൊക്കെ ഇടുന്നു. പക്ഷേ അത് ഭരിക്കുന്നവർക്ക് അതിനോട് ഒരു ഉത്തരവാദിത്വമില്ല, ഒന്നുമില്ല. അത് ശരിയാണ്. നമ്മുടെ ഇനി പൊട്ടാൻ പോകുന്ന ഒരു ബോംബ് ഞാൻ പറയാം. ജസ്റ്റിസ് KT ശങ്കരനെ നിയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ കണക്കെടുക്കാൻ. അതെ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് വരട്ടെ. അദ്ദേഹം ഇന്ന് വരെ മീഡിയയ്ക്ക് മുമ്പിൽ വന്നിട്ടില്ല, വരികയുമില്ല, അങ്ങനെ വരുന്ന ആളല്ല. അതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത് അവിടെയുള്ളവർക്കറിയാം, ദേവസ്വം ബോർഡിൽ. ഞാൻ അറിഞ്ഞിടത്തോളം ശബരിമലയും അതിനോട് അസോസിയേറ്റ് ചെയ്തുള്ള അമ്പലങ്ങളും എല്ലാം അദ്ദേഹം കണക്കെടുക്കുന്നുണ്ട്. ശബരിമല, എരുമേലി, പമ്പ ഗണപതി, പന്തളം, ആറന്മുള, ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ, ഒരു പക്ഷേ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, ഇതൊക്കെ ഈ ശബരിമലയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അനുസാരികൾ ഇവർ ഈ പല സ്ഥലത്ത് കൊണ്ടുപോയി വയ്ക്കും. ലിയോയ്ക്കൊരു കാര്യം അറിയാമോ? ഇപ്പോൾ ശബരിമലയിലെ തിരുവാഭരണ കമ്മീഷണർ എന്നൊക്കെ പറയും. അതെ, തിരുവാഭരണം സ്ട്രോങ് റൂമിൽ വയ്ക്കുന്നു എന്ന് പറയും. എവിടെയാണ് ഈ സ്ട്രോങ് റൂം? ശബരിമലയിലൊരു സ്ട്രോങ് റൂമുണ്ട് സന്നിധാനത്ത്. നന്ദാവനം ഹെഡ് ഓഫീസിൽ ഒരു സ്ട്രോങ് റൂമുണ്ട്. ആറന്മുളയിൽ ഒരു സ്ട്രോങ് റൂമുണ്ട്. അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ദ വീക്കസ്റ്റ് റൂമാണ് സ്ട്രോങ് റൂം എന്ന് വിളിച്ച് ഒരു ഒരു താഴെ വിട്ട് പൂട്ടിയിട്ടുണ്ട്. അതാണ് സ്ട്രോങ് റൂം. ഇവിടെ എല്ലാം സ്ട്രോങ് റൂമുണ്ട്. ഇവിടെ എല്ലാം ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഉരുക്കി വിറ്റിട്ടുണ്ട്. ഉരുക്കി വിൽക്കുക എന്ന് പറഞ്ഞാൽ അത് അധികൃതമായിട്ട് തന്നെ കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്കീം അനുസരിച്ച് ഉരുക്കി ബാറാക്കി അവർക്ക് കൊടുക്കുക. സ്വർണം ഡെപ്പോസിറ്റായിട്ട് അവരെടുക്കും, അതിൻ്റെ പലിശ തരും. ഇങ്ങനെ പല രീതിയിൽ ഇവർ സ്വർണം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ ഹിസ്റ്ററി ആർക്കറിയാം? ആർക്കറിയണം? അതെ, ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആവുന്നത് എങ്ങനെയാണ്? ഏതോ ഒരു സിനിമയിൽ നെടുമുടി വേണു തമാശയ്ക്ക് പറയുന്നുണ്ട്. മന്ത്രി എന്നോട് ചോദിച്ചു, കലാമണ്ഡലം വേണോ ചെത്തു തൊഴിലാളി ക്ഷേമനിധി വേണോ എന്ന് ചോദിച്ചു. ഞാൻ കലാമണ്ഡലം മതി എന്ന് പറഞ്ഞു. ഇത് തമാശയ്ക്ക് പറയുന്ന ഡയലോഗാണെങ്കിലും ഇങ്ങനെയാണ് ഇത് ലേലം ചെയ്ത് കൊടുക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡൻ്റ് ആണെങ്കിലും ചെത്തു തൊഴിലാളി ക്ഷേമനിധിയുടെ ചെയർമാനാണെങ്കിലും ഒക്കെ ഒരേ സ്റ്റാറ്റസാണ്. ഇത് വീതം വയ്ക്കുകയാണല്ലോ. അതെ. അപ്പോൾ ഒരുത്തം പറയുന്നു എനിക്ക് ചെത്തു തൊഴിലാളി മതി, എനിക്ക് ദേവസ്വം വേണ്ട. അന്ന് ദേവസ്വം ഞാനത് തലയിലെടുക്കില്ല, എനിക്ക് വയ്യ ശബരിമല ചവിട്ടാനും അവിടെ പോകാനും ഒന്നും എനിക്ക് വയ്യ. എനിക്കൊരു കാര്യം ചെയ്യും, എനിക്ക് വാഴപ്പിണ്ടി കോർപ്പറേഷൻ എന്താ, അവിടെ വാഴപ്പിണ്ടി അയാൾക്ക് കൊടുക്കും. ഇങ്ങനെ ഇത് വീതിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ വലിയ എന്തോ കൃത്യമായിട്ടൊക്കെ ചെയ്ത്, അങ്ങനെയൊന്നും അല്ല. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കുമായിട്ട് വീതിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വിവാദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട്
ജയകുമാറിനെ വെച്ചു. ജയകുമാറാണെങ്കിൽ IMGയിൽ ഓൾറെഡി ജോലിയുള്ളതാണ്. അദ്ദേഹത്തിനെതിരെ B. അശോക് കേസ് കൊടുത്തു. അദ്ദേഹം സൂത്രത്തിന് IMGയിലെ ജോലി രാജിവെച്ചു. രാജിവെച്ചതായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല കേട്ടോ, രാജിവെച്ചു അങ്ങേര്. കാരണം വേറൊരു സ്ഥലത്ത് ജോലിയുള്ള ആളിന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആവാൻ പറ്റില്ല. രാജിവെക്കുന്നത് വരെ ഇദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അത് ഇല്ലീഗലാണ്. അത്രയും നാൾ ഇദ്ദേഹം എടുത്ത തീരുമാനങ്ങൾ മുഴുവൻ ഇല്ലീഗലാണ്. ഇതൊക്കെ വലിയ ലീഗൽ കുഴപ്പങ്ങളാണ്. പിണറായി വിജയൻ ഒരു നോട്ടമില്ല. ജയകുമാറിനാണെങ്കിൽ ഇതിൻ്റെ പ്രശസ്തിയും സംഗതി അത് വലിയ ആളായിട്ട് അദ്ദേഹത്തിന് കഴിയണം. അതുകൊണ്ട് അദ്ദേഹം ഈ അസൈൻമെൻ്റ് എടുത്തു. ഇതിൻ്റെ ഒന്നും കോൺസിക്വൻസ് ആരും ആലോചിക്കുന്നില്ല. ഇത് ഭരണപരമായ അലമ്പെന്നല്ലാതെ വേറൊരു വാക്കെനിക്ക് കിട്ടുന്നില്ല അതിന്. സാർ നേരത്തെ സാർ പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. അതായത് ഈ കോടതിയിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതായത് 98-ൽ വിജയ് മല്യയെ സമർപ്പിച്ചത് സ്വർണ്ണമാണെന്ന് ആര് പറഞ്ഞു? ആ ഒരു വിഷയം ഒന്ന് ആലോചിച്ച് നോക്കണം സാർ. അന്നും എനിക്ക് തോന്നുന്നു നയനാർ സർക്കാരായിരുന്നു, ദേവസ്വം മന്ത്രി ആരായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നില്ല. പക്ഷേ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിജയ് മല്യയെ സമർപ്പിച്ച സ്വർണം അല്ലെങ്കിൽ സ്വർണം പൂശുവാനായി അദ്ദേഹം ഒരു വഴിപാട് നടത്തി. അതുപോലെ എത്രയോ പേർ ഒരു ചീട്ടെഴുതി വഴിപാട് നടത്തിയിട്ടുണ്ടാവണം, ചീട്ട് എഴുതാതെ സ്വർണം സമർപ്പിച്ചിട്ടുണ്ടാകണം കാണിക്കയിലൊക്കെയായി. അപ്പോൾ ഇതൊക്കെ എങ്ങോട്ടാണ് പോയത് എന്നുള്ള ചോദ്യം പോലും അനുവദിക്കപ്പെടുന്നില്ല, അല്ലെങ്കിൽ ചോദ്യത്തിന് പോലും നിലനിൽപ്പില്ല, അല്ലേ? അതെ, ഇതിലെ ഒരു കൺസെൻസസ് രാഷ്ട്രീയക്കാർ എത്താൻ രാഷ്ട്രീയക്കാർക്ക് പറ്റിയൊരു പണി ഞാൻ പറഞ്ഞുതരാം. വിജയ് മല്യ അന്ന് പൊതിഞ്ഞു പൂശി എന്നൊക്കെ പറഞ്ഞത് മുഴുവൻ കള്ളസ്വർണ്ണമായിരുന്നു. വിജയ് മല്യയുടെ തലയിലിടുക. വിജയ് മല്യ 9,000 കോടി വെട്ടിപ്പ് ആയിട്ട് ഇംഗ്ലണ്ടിൽ താമസിക്കുക. ഇവിടെ വന്നാൽ പുള്ളി ജയിലിലാവും. 9,000 കോടി പ്രശ്നത്തിൽ നിൽക്കുന്ന ആളിന് ഒരു 100 കോടി കൂടെ തലയിൽ വന്നാൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ഈ നാട്ടുപുറത്ത് പറയില്ലേ, മൂക്കോളം വെള്ളം വന്നാൽ പിന്നെ 3-4 ആയാലും എന്താ, 4 ആളുകൾ മുകളിൽ എത്ര വെള്ളം ആയാലും എന്താ, മുങ്ങി നമ്മൾ. അങ്ങനെ നിൽക്കുകയാണ് വിജയ് മല്യ. അപ്പോൾ വിജയ് മല്യയുടെ തലയിൽ ഒരു 100 കോടി രൂപയുടെ അഴിമതിയും കൂടെ വെച്ചു കൊടുക്കുന്നു. വിജയ് മല്യ പറയും, വെച്ചോടാ, ഏതായാലും ഞാൻ 900-ൽ മുങ്ങി നിൽക്കുക, ഇനി 100 ശബരിമലയുടെയും കൂടെ വെച്ചാൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിജയ് മല്യയുടെ തലയിൽ വെച്ചിട്ട് എല്ലാവർക്കും കൈ കഴുകുക. വിജയ് മല്യ പൂശിയത് പൊതിഞ്ഞതും ഒന്നും സ്വർണ്ണമല്ല എന്ന് പറയുക. ഇനി എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിൽ മേൽക്കൂരയുടെ ഒക്കെ പൊളിച്ചിട്ടില്ല എന്ന് തോന്നുന്നു, അതോ ഇനി പൊളിച്ചോ ആർക്കും അറിയാമല്ല. ഇതൊക്കെ പട്ടാപ്പകലാണ് ചെയ്തത്. അതെ, ഇതൊക്കെ നമ്മൾ ഈ മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ രാത്രിയിൽ ആരും കാണാതെ മുഖം മൂടിയൊക്കെ വെച്ച് അങ്ങനെയൊന്നുമല്ല, പട്ടാപ്പകലാണ്. ഈ വാതിലിളക്കി കൊണ്ടുപോയ പ്രക്രിയ ഹൈക്കോടതിയുടെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ റിപ്പോർട്ടിലുണ്ട്. നന്ദൻ എന്ന് പറഞ്ഞൊരു ആശാരിയാണ് വരുന്നത്. ഉച്ചയ്ക്കാണ് 3/4 മണിക്കൂർ നേരം ദർശനം നിർത്തിവെക്കുന്നു. എന്നിട്ട് സ്വർണത്തിൻ്റെ വാതിൽ ഇളക്കുന്നു, അളവെടുക്കുന്നു, തിരിച്ച് വാതിൽ ഫിറ്റ് ചെയ്യുന്നു, പോകുന്നു. തേക്കിൻ്റെ പലക മേടിക്കുന്നു, അതുകൊണ്ട് വാതിലുണ്ടാക്കുന്നു, തിരിച്ചിവിടെ വരുന്നു, അളവ് കറക്റ്റാണോ എന്ന് നോക്കാനായിട്ട് സ്വർണത്തിൻ്റെ അഴിക്കുന്നു, തേക്കിൻ്റെ ഇടുന്നു, നോക്കുന്നു, അളവ് കറക്റ്റാണ്, അതെടുക്കുന്നു. പിന്നെ ചെമ്പ് പൊതിയുന്നു, അതിൻ്റെ അളവെടുക്കുന്നു, പിന്നെ സ്വർണം പൊതിഞ്ഞ് വയ്ക്കുന്നു. ഇതൊക്കെ ചെയ്ത് പട്ടാപ്പകലാണ്. ഇപ്പം ഇവരെല്ലാം കുറ്റക്കാരാണല്ലോ, ഈ പറഞ്ഞ ആൾക്കാർ മുഴുവൻ. പ്രശാന്തിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല, അയാൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ, ഒക്കെ ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട്. ലിയോ ആലോചിച്ച് നോക്ക്, നിയമപരമായിട്ട് കേട്ടോ, നിയമപരമായിട്ട് ആലോചിച്ച് നോക്ക്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്ത് ഉത്തരവാദിത്തമുള്ളത്? അതെ, ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത് അഴിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞോ? ഇല്ല. ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വന്തം കൈ കൊണ്ട് ഇത് അഴിച്ചോ? ഇല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ ആടുതല്ലിയായിട്ട് കയറി. അയാളോട് പറഞ്ഞു, എടോ പോറ്റി, തനിക്ക് സ്വർണം പൂശുന്ന ആളിനെ പരിചയമുണ്ടോ? ഉണ്ടല്ലോ സാർ, കാരണം പോറ്റിക്ക് ഒരുപാട് കണക്ഷൻസ് ഉണ്ട്. ഞാൻ ലിയോയോട് പറയുമ്പോൾ എന്നോട് ദേഷ്യം തോന്നുന്നു. കേരളത്തിലെ മാധ്യമപ്രവർത്തകരിൽ ഭൂരിഭാഗം പേരുടെയും കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊബൈൽ നമ്പറുണ്ട്. അതിപ്പോൾ കിട്ടിയതൊന്നുമല്ല, നേരത്തെ മുതലുണ്ട്. ശബരിമലയിൽ അർജൻറ്റായിട്ടൊരു ദർശനം വേണം, ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിക്കുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി അത് അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഓക്കെ. അങ്ങനെ മാധ്യമപ്രവർത്തകരിൽ അന്വേഷിച്ച് നോക്ക്, മാധ്യമപ്രവർത്തകരുടെ മിക്കവാറും എല്ലാവരുടെയും കയ്യിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊബൈൽ നമ്പർ നേരത്തെ മുതലുണ്ട്, വർഷങ്ങളായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇടും. ഈ മദ്രാസിലൊരു കുന്തം ഉണ്ടല്ലോ, സ്മാർട്ട് ക്രിയേഷൻ, അങ്ങനെ ഏതാണ്ട്. ഉണ്ട് സാറേ, എനിക്കറിയാം, നല്ല ആൾക്കാരാണ്, കുഴപ്പമില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യും, ഈ സാധനം ഈ പാളി കൊണ്ടുപോയിട്ട് അവിടെ സ്വർണം പൂശിയിട്ട് കൊണ്ടുപോകാൻ. ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകുന്നു.
ഇതല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തുള്ളൂ. ഒരു വേലക്കാരൻ്റെ ജോലിയല്ലേ ആ മനുഷ്യൻ ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയേക്കാൾ കുറ്റക്കാരായിട്ട് വേണമെങ്കിൽ നമുക്ക് ആ കീഴ്ശാന്തിമാരെ, ഉൾക്കഴകം എന്ന് പറയുന്നവരെ പെടുത്താം. കാരണം അവരാണ് ഈ വാതിലൊക്കെ അഴിച്ചെടുക്കുന്നത് മുഴുവൻ ഈ കീഴ്ശാന്തിമാരാണ്. അതിൻ്റെയൊക്കെ ഫോട്ടോയും സംഗതിയൊക്കെ ഉണ്ട്, പത്രത്തിലും വന്നിട്ടുണ്ട്, ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്, ടി വിയിൽ മാറി മാറി കാണിക്കുന്നുണ്ട്. അവരാണ് അഴിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി അതിൽ പോലും തൊട്ടിട്ടില്ല. പുള്ളി ആകെ ചെയ്തത് ഇതും കൊണ്ട് മദ്രാസിൽ പോകാൻ പറഞ്ഞു, മദ്രാസിൽ പോയി. അവിടെ ഇന്നത് ചെയ്യാൻ പറഞ്ഞു, അത് ചെയ്തു. തിരിച്ചു കൊണ്ടുവരാൻ നേരത്ത് ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോകാൻ പറഞ്ഞു, ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അവിടെ നിന്ന് പല വീട്ടിൽ കൊണ്ടുപോയി. അതിൻ്റെ കൂടെ ദേവസ്വം ബോർഡിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്. അതെ, ഈ ജയറാമിൻ്റെ വീട്ടിൽ കൊണ്ടുപോയത് രഹസ്യമായിട്ട് പോയതൊന്നുമല്ല, പരസ്യമായിട്ടാണ്. ജയറാം വീരമണിയെ വിളിക്കുന്നു, വീരമണി വരുന്നു. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോ അതോ ബോർഡിൻ്റെ മെമ്പർമാരോ, ഇവർ ജയറാമിൻ്റെ വീട്ടിൽ പിന്നെ വേറെ ഏതോ വീട്ടിലുമൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. കൊണ്ടുപോയിട്ട് സന്നിധാനത്ത് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവരാരും ചെയ്യാത്ത എന്ത് കുറ്റമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരിക്കുന്നത്? അയാളെ ഏൽപ്പിച്ച ജോലി അയാൾ ചെയ്തു. ഇത്രയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കുറ്റമുള്ളൂ. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി വാദിക്കാൻ പോകുന്നത് ഇതാണ്, ഞാനിതൊന്നും അറിഞ്ഞതല്ല, ഞാൻ അവിടുത്തെ ചെറിയവരിൽ ചെറിയവനാണ്, എന്നോട് ഇന്നത് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ചെയ്തു. അത് മറ്റേ വിജയമല്ല സ്വർണം പൂശിയോ വെള്ളി പൂശിയോ എനിക്കറിയില്ല. എന്നോട് പറയുന്നു പോറ്റി ഇത് അവിടെ കൊണ്ടുപോകും, അവിടെ കൊണ്ടുപോയി. തിരിച്ചു കൊണ്ടുപോകുക, തിരിച്ചു കൊണ്ടുവന്നു. ഇത്രയും ഞാൻ ചെയ്തുള്ളൂ. പിന്നെ അവിടെ വരുന്ന VIP-കൾക്ക് ദർശനം വേണം. അപ്പോൾ ഞാൻ അത് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ക്യൂവിൻ്റെ ഇതൊക്കെ നോക്കിയിട്ട് അവിടുത്തെ ഒരു വാതിൽ തുറന്നിട്ട് അതിലെ കൂടെ ആരെങ്കിലും അജയ് തറയിൽ വന്നു, മുൻ ദേവസ്വം ബോർഡ് അംഗമാണ്, അദ്ദേഹത്തെ കയറ്റി വിട്ടു. ഇതാണോ ഇത്ര വലിയ അപരാധം? ഇതൊക്കെ നമ്മളുമൊക്കെ ചെയ്യാറില്ലല്ലോ. നല്ല തിരക്കുള്ള അമ്പലത്തിൽ നമുക്ക് പരിചയമുണ്ടെങ്കിൽ നമ്മൾ പറയും, ചേട്ടാ ക്യൂ നിൽക്കാതെ എങ്ങനെയെങ്കിലും ഒന്ന്, പുള്ളി കുഴപ്പമില്ല, നിങ്ങൾ പടിഞ്ഞാറ് വശത്തൂടെ വാ, ഞാനവിടെ ഉണ്ടാകുന്നു. ഒരു ചെറിയ വാതിൽ തുറക്കുന്നു, നമ്മളെ അതിലൂടെ കൊണ്ടുപോകുന്നു, നമ്മൾ തൊഴുതു, നമ്മളിങ്ങ് പോകുന്നു. ഇതൊന്നും വലിയ കറപ്ഷനോ സംഗതിയായിട്ട് ആരും കൂട്ടാറില്ല. അത് നമ്മുടെ പരിചയം ഒരാവശ്യത്തിന് ഉപയോഗിച്ചു, ഇത്രയേ ഉള്ളൂ. ഉണ്ണികൃഷ്ണൻ പോറ്റി പറയും, ഞാൻ ഇത്രയൊക്കെ ചെയ്തുള്ളൂ. 1-2 പേർക്ക് വേഗം തൊഴാനായിട്ട് വാതിൽ തുറന്നു കൊടുത്തു. അതിന് വേണ്ടിയിട്ടാണ് എന്നെ തൂക്കിക്കൊല്ലാൻ പോകുന്നത്. അയാൾ ഹീസ് ദ സ്മോളസ്റ്റ് മാൻ ഇൻ ദിസ് ചെയിൻ. ഇതാണ് നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവരാൻ പോകുന്ന ആർഗ്യുമെൻറ്റ്. ഇതിനെന്ത് മറുപടി പറയും SIT? ഓക്കെ, അപ്പോൾ ഇത് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ ഇത്രയും നാൾ നമ്മൾ ചർച്ച ചെയ്തതൊക്കെ വെറുതെയായി. നമ്മൾ ഒരു മാധ്യമങ്ങളൊക്കെ തന്നെ ഒരു വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് വെറുതെയായി. ഇത് ഒന്നുമില്ലാതെ വെറുതെ ആകും എന്ന് പലതവണ മുന്നറിയിപ്പ് തന്നത് ജസ്റ്റിസ് ബദറുദ്ദീനാണ്. അതെ, ഇത് വെറുതെയാകും എന്ന് പലതവണ അദ്ദേഹം മുന്നറിയിപ്പ് തന്നു. ഇത് നേരെയല്ല എന്ന് മുന്നറിയിപ്പ് തന്നു. ആ മുന്നറിയിപ്പ് ഓരോന്നും ഒരു പക്ഷേ ചെന്ന് കൊണ്ടത് ജസ്റ്റിസ് രാജാ വിജയരാഘവനാണ്. SIT 5/12/2025 മുതൽ SIT നിർജ്ജീവമാണെന്ന് ഡേറ്റ് വെച്ചാണ് ജസ്റ്റിസ് ബദറുദ്ദീൻ എഴുതിയത്. അത് കഴിഞ്ഞ് രാജാ വിജയരാഘവൻ SIT നമ്പർ 1 ആണെന്നും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഒക്കെ SITയെ സമ്മർദ്ദത്തിലാക്കുന്നു എന്നും കമൻ്റ് അടിച്ചതല്ല, എഴുതി വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഇൻ്ററിം റിപ്പോർട്ടിൽ. ബട്ട് വാസ്തവത്തിൽ SITയെ സമ്മർദ്ദത്തിലാക്കിയത് ജസ്റ്റിസ് ബദറുദ്ദീനാണ്, അല്ലാതെ ഞാനും ലിയോയും അല്ല. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ കാര്യം നമ്മൾ ബാക്കിയുള്ളവരോട് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. സമ്മർദ്ദത്തിലായത് ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ കമൻസിലാണ്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് എന്തുകൊണ്ട് ശങ്കരദാസിനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത്. ജസ്റ്റിസ് ബദറുദ്ദീനാണ് ശങ്കരദാസിൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുപോവാ എന്ന് പറഞ്ഞത്. മെഡിക്കൽ ബോർഡിനെ വെച്ചിട്ട് അയാളുടെ ഹെൽത്ത് റിപ്പോർട്ട് കൊണ്ടുപോകും. വെറുതെ ഒരാൾ ആശുപത്രിയിലാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത്. ഇതൊക്കെ ചെയ്ത് ജസ്റ്റിസ് ബദറുദ്ദീനാണ്. അല്ലാതെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ പറയുന്ന പോലെ മീഡിയയോ സോഷ്യൽ മീഡിയയോ അല്ല. മീഡിയയും സോഷ്യൽ മീഡിയയിലും ഇത് ബഹളം വെച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷേ കോടതി പറഞ്ഞതിൻ്റെ ഒരു വാക്കപ്പുറത്തേക്ക് ആരും പോയിട്ടില്ല. കോടതിയാണ് ഇതെന്തോ അന്താരാഷ്ട്ര എന്ത് കപൂറാണത് അതുപോലെയാണ് എന്നൊക്കെ പറഞ്ഞത് ഹൈക്കോടതിയാണ്. അതെ അതെ, അല്ലാതെ നാട്ടുകാർ സങ്കല്പിച്ചുണ്ടാക്കിയ കഥയൊന്നും അല്ല അത്. അതുകൊണ്ടാണ് ഈ ഡി മണി എന്ന് പറഞ്ഞൊരു കഥാപാത്രത്തെ ഇറക്കിയില്ലേ. അതെ, അതിറക്കിയപ്പോൾ പെട്ടെന്ന് അതിനൊരു വിശ്വാസ്യത വന്നത് എന്തുകൊണ്ടാണ്? ഇത് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ഈ വാക്ക് എഴുതി വെച്ചുകൊണ്ടാണ്. അന്താരാഷ്ട്ര വിഗ്രഹ കടത്ത് നടത്തുന്ന കപൂർ മോഡൽ ഓപ്പറേഷൻ നടന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു
എന്ന് ഹൈക്കോടതി പറഞ്ഞാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എത്ര വലുതാണ്. ശരിയാണ്. ഹൈക്കോടതിക്ക് സംശയമുണ്ടെന്ന് പറയുന്നു. അപ്പോഴാണ് രമേശ് ചെന്നിത്തല വഴി ആർക്കും ആരാണെന്ന് അറിഞ്ഞുകൂടാത്തൊരു വ്യവസായി പറഞ്ഞു പോലും ഡി മണിയാണ് ഇതൊക്കെ കടത്തിയിരിക്കുന്നത്. ശബരിമലയിൽ ആകെ കടത്താൻ പറ്റിയൊരു വിഗ്രഹമുള്ളത് ശ്രീ അയ്യപ്പനാണ്, അവിടെ ഇരിപ്പുണ്ട്. ഇനി അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്നുള്ളത് വേറെ കാര്യം. ഏതായാലും ഡി മണി എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കൂടാതെ അങ്ങേരുടെ കൂടെയുള്ള ഒരു തയ്യൽക്കാരൻ പാവം അയാൾ കരയുകയൊക്കെ ചെയ്തു. എന്തൊരു കഷ്ടം. അവരെ വിളിച്ച് ഈഞ്ചയ്ക്കൽ കൊണ്ടുവന്ന് ഭേദ്യം ചെയ്ത് അവർ പറഞ്ഞു എൻ്റെ പൂന് സാർ എനക്കൊന്നുമേ തെരിയാതെ സാർ എന്നൊക്കെ പറഞ്ഞ് അവർ അവസാനം ഷൂ ആയി. വല്ല കാര്യമുണ്ട്. 4-5 ദിവസം എന്തൊരു ചെണ്ടമേളമായിരുന്നു ഡി മണി എന്ന് പറഞ്ഞിട്ട്. ഇതൊക്കെ ആളുകൾ വിശ്വസിക്കാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഹൈക്കോടതി പറഞ്ഞിട്ടാണ്, അല്ലാതെ ആരുടെയും തലയിൽ ഈ ബുദ്ധി ഉദിച്ചതല്ല. വിഗ്രഹക്കടത്താണ്, മറ്റേ കപൂർ മോഡലാണ്, ഇതൊക്കെ ഹൈക്കോടതി പറഞ്ഞത് തന്നെയാണ്. നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല. ബട്ട് ജസ്റ്റിസ് ബദറുദ്ദീൻ SITയെ ശരിക്ക് കുടഞ്ഞു എന്നുള്ളത് സത്യമാണ്. ഓരോ ജാമ്യാപേക്ഷ വരുമ്പോഴും ജസ്റ്റിസ് ബദറുദ്ദീൻ SITയെ അസാമാന്യമായിട്ട് നിശ്ചിതമായിട്ട് വിമർശിക്കുമായിരുന്നു. ആൻഡ് റൈറ്റ്ലി സോ. ഒരു പോയിൻ്റ് ഉണ്ടായിട്ടാണ് കേട്ടോ, അല്ലാതെ വെറുതെ വഴക്ക് പറയുന്നതല്ല. ശരിയാണ്. അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന ഓരോ ജാമ്യാപേക്ഷ നിഷേധിക്കുമ്പോഴും അദ്ദേഹം ഇതിൻ്റെ ഡേഞ്ചർ ചൂണ്ടിക്കാണിക്കുന്നു ജസ്റ്റിസ് ബദറുദ്ദീൻ. അത് നമ്മൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ലീവിക്ക് അത് വിളിച്ച് പറയേണ്ടി വരും, ഇങ്ങനെയൊക്കെയാണ് ജഡ്ജ്മെൻറ്റിലുള്ളത്. അപ്പോൾ ഏതായാലും സംഗതി വന്ന് നിൽക്കുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഉള്ളി പൊളിച്ച പോലെ അവസാനം ഒന്നുമില്ലാതെയാകുമോ എന്നുള്ള പേടിയിൽ വന്ന് നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു കുറ്റപത്രം പോലും കൊടുക്കാൻ സാധിക്കുന്നില്ല. ഓക്കെ. പലരുടെയും ഒരു വാദം കേട്ടിട്ടില്ലേ, തൊണ്ടി മുതലില്ലാതെ മോഷണക്കേസ് തെളിയിക്കാൻ പറ്റില്ല. അതാണ് ഒരു വലിയ പോയിന്റ്. തൊണ്ടി മുതൽ ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അത് നിയമദൃഷ്ട്യ അത് ഒരു പോയിൻ്റ് അല്ല. തൊണ്ടി മുതലില്ലാതെയും മോഷണം തെളിയിക്കാം. നിങ്ങൾക്ക് സാഹചര്യ തെളിവ്, സാക്ഷിമൊഴി, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എപ്പോഴും എല്ലാ മോഷണത്തിലും തൊണ്ടി മുതൽ കിട്ടണമെന്നില്ല. ഓക്കെ. എത്ര വർഷമായി സഹസ്രാബ്ദങ്ങളായി നമ്മുടെ നാട്ടിൽ മോഷണം നടക്കുന്നു. അതിൻ്റെ എല്ലാം കൃത്യം തൊണ്ടി മുതൽ കിട്ടിയിട്ടാണ്. ഒന്നുമല്ല, തൊണ്ടി മുതലില്ലെങ്കിലും നിങ്ങൾക്ക് സാക്ഷിമൊഴി, സാഹചര്യ തെളിവുകൾ ഇതൊക്കെ വെച്ച് മോഷണം തെളിയിക്കാം. അതുകൊണ്ട് തൊണ്ടി മുതൽ കിട്ടിയില്ല എന്നുള്ള ഒറ്റ കാര്യം വെച്ച് നിങ്ങളുടെ കേസും കൊളാപ്സ് ആവില്ല, നിങ്ങൾക്ക് ഈ കുറ്റപത്രം കൊടുക്കാത്ത അവസ്ഥയും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ ഒരു ലോജിക്ക് അത് നിയമം അറിഞ്ഞുകൂടാഞ്ഞിട്ട് ആൾക്കാർ പറയുന്നതാണ്, ജനറലി പറയുന്നതാണ്. ഒരുത്തൻ വാഴ വെട്ടിക്കൊണ്ടുപോയി, അപ്പോൾ ആ വാഴക്കൊല ഇല്ലെങ്കിൽ പിന്നെ അവനെ എങ്ങനെ ശിക്ഷിക്കും? അത് ശരിയുമാണ്. അത്തരം ചില്ലറ കേസുകളിലൊക്കെ അത് ശരിയാണ്. ബട്ട് ഇതുപോലത്തെ മേജർ ഓപ്പറേഷൻസിൽ നിങ്ങൾക്ക് പലപ്പോഴും തൊണ്ടി കിട്ടില്ല. തൊണ്ടി മുതലില്ലാതെ തെളിയിക്കാൻ പറ്റില്ലെങ്കിൽ സംഭവം എളുപ്പമല്ലേ. മോഷ്ടിച്ചെടുത്ത സ്വർണം ടപ്പെന്ന് പറഞ്ഞ് ഉരുക്കി മാല മോഷ്ടിക്കുക, അത് ഉരുക്കി മോതിരമാക്കുക, അതോടെ കഴിഞ്ഞില്ലേ, കേസിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. പക്ഷേ ചെയ്തു നോക്കി പോലീസ് പൊക്കും നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അത് ശരിയായിട്ട് നിയമം അറിഞ്ഞുകൂടാതെ പറയുന്നത്. സാധാരണ മോഷണത്തിൽ ആ പറഞ്ഞ ലോജിക്ക് ശരിയാണ്. ബട്ട് ഇതുപോലത്തെ കോംപ്ലിക്കേറ്റഡ് ഓപ്പറേഷൻസ് ഇത് ശരിയല്ല. മാത്രമല്ല ഓർഗനൈസ്ഡ് ക്രൈമാണ് നടന്നിരിക്കുന്നത്. ഇവരിട്ടിരിക്കുന്ന വകുപ്പുകളൊക്കെ അങ്ങനെയാണ്. ഓർഗനൈസ്ഡ് ക്രൈം പ്ലസ് ഒരു സെക്കൻഡ് തോട്ട്, ആഫ്റ്റർ തോട്ട് എന്നുള്ള നിലയ്ക്കാണ് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇട്ടത്. കാരണം ഒരു പക്ഷേ മോഷണം കുറ്റം നിന്നില്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷനിലെങ്കിലും ഈ ആൾക്കാരെ പിടിക്കണം. അതുകൊണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ഇട്ടു. അപ്പോൾ എന്ത് സംഭവിച്ചു? റാന്നി മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് കൊല്ലം വിജിലൻസ് കോടതിയിലേക്ക് കേസ് മാറ്റേണ്ടി വന്നു. കാരണം റാന്നി മജിസ്ട്രേറ്റിന് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് പരിശോധിക്കാനുള്ള പവറില്ല. അങ്ങനെയാണിത് കൊല്ലം വിജിലൻസ് കോടതിയിൽ പോകുന്നത്. ഇതൊക്കെ ഈ SITയുടെ പരിഭ്രമത്തെയാണ് കാണിക്കുന്നത്. കാരണം മോഷണ കേസ് തെളിയുമോ എന്ന് അവർക്ക് ആശങ്കയുണ്ട്. അപ്പോൾ PC ആക്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് കൂടെ ഇടാം. ആ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് നിൽക്കുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ അത് ഇട്ടു, കോടതി മാറ്റി. ഇപ്പോൾ പ്രൊസീഡിങ്സ് എല്ലാം കൊല്ലം വിജിലൻസ് കോടതിയിലായി. അപ്പോൾ നോക്കാം നമുക്ക്. ഇനിയിപ്പോൾ ബാക്കി പ്രതികളും താമസിയാതെ പുറത്തിറങ്ങും. ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തിറങ്ങും, N വാസു പുറത്തിറങ്ങും. സംശയമില്ല ആ കാര്യത്തിൽ. തന്ത്രിക്കും പുറത്തിറങ്ങാനുള്ള സാധ്യത തെളിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. അതെ, എല്ലാവരും. കാരണം 90 ദിവസം എല്ലാവർക്കും ഉള്ളതല്ലേ. അതെ തീർച്ചയായിട്ടും. അത് CRPCയിലുള്ളതാണ്. 90 ദിവസം കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ
സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ജാമ്യം കൊടുക്കുക. അതിൽ കൂടുതൽ ഒരാളെ കുറ്റപത്രം പോലും ഇല്ലാതെ ഒരാളെ ജയിലിലിട്ടുകൊണ്ടിരിക്കുന്നത് മര്യാദയാണ്, മര്യാദയല്ല, ന്യായമാണോ? ശരിയാണ്, ന്യായമല്ല. അതുകൊണ്ടാണ് ആ പ്രൊവിഷൻ ഉണ്ടാക്കിയത്. അപ്പോൾ ആ പ്രൊവിഷൻ്റെ ഗുണം എല്ലാവർക്കും കിട്ടും. ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പത്മകുമാറിനും വാസുവിനും ഒക്കെ കിട്ടും. പക്ഷേ ഞാൻ അതേസമയം SIT കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഫുൾ പ്രൂഫ് അല്ലാതെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മഹാമോശമായിട്ട് ബാക്ക് ഫയർ ചെയ്യും. ശരിയാണ്. കോടതി അതിൽ വലിയ കമൻ്റ് അടിക്കും കൃത്യമല്ലെങ്കിൽ. അപ്പോൾ അതിലും ഭേദം ഇവർ ജാമ്യത്തിൽ ഇറങ്ങിക്കോട്ടെ, പിന്നെ പിടിക്കാമെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണ്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഈ എല്ലാവരും അറസ്റ്റിലായി ഇത്രയും നാൾ ജയിലിൽ കഴിഞ്ഞവരൊക്കെ തന്നെ ഒന്നൊന്നായി പുറത്തിറങ്ങുകയാണ്. 90 ദിവസം പിന്നിട്ടതോടുകൂടി ലഭിക്കുന്ന സ്വാഭാവിക ജാമ്യത്തിൻ്റെ ബലത്തിൽ അവർ പുറത്തേക്ക് പോകുന്നു. പക്ഷേ ഉയർന്നൊരു ചോദ്യമാണ്, കള്ളത്തരങ്ങൾ മറയ്ക്കുവാനായി കുടപിടിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവർ എത്ര നാൾ ഇങ്ങനെ കട്ടുമുടിക്കുന്നവർക്ക് കുടപിടിക്കും? ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരെ തെളിവിൻ്റെ അഭാവം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മാറ്റി നിർത്താം, അവരുടെ ചോദ്യങ്ങളെ അടക്കി നിർത്താം. പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ അവരുടെ മനസ്സിൽ സംശയത്തിൻ്റെ മുൾമുനയിൽ തന്നെ ആയിരിക്കും എന്നും എപ്പോഴും. വളരെയധികം നന്ദി സാർ. ഒരു കാര്യം കൂടെ പറയട്ടെ. ഈ അവരുടെ ഉള്ളിൽ ഈ ചോദ്യമൊക്കെ മുഴങ്ങിയിട്ട് ഇതൊരു പഴഞ്ചൊല്ലായിട്ടോ ഒരു വാക്കായിട്ടോ ഒക്കെ ഓൾറെഡി മാറിക്കഴിഞ്ഞു. ലിയോ ആലോചിച്ച് നോക്ക്, അമ്പലം വിഴുങ്ങി എന്ന് പറഞ്ഞൊരു വാക്കുണ്ട് ഇല്ലേ? അതെ. പള്ളി വിഴുങ്ങി എന്ന് പറഞ്ഞിട്ടൊരു വാക്കുണ്ടോ? ഇല്ല. ഇല്ല. അമ്പലം വിഴുങ്ങി എന്ന് വാക്ക് വരാൻ കാര്യം എന്താ? ചരിത്രാതീത കാലം മുതൽ അമ്പലത്തിലെ മുതൽ പലരും വിഴുങ്ങാറുണ്ട്. അങ്ങനെയാണ് അമ്പലം വിഴുങ്ങി എന്നുള്ള പേര് വന്നത്. ഓക്കെ. പള്ളി വിഴുങ്ങിയെന്ന് പേരില്ല, ട്രഷറി വിഴുങ്ങിയെന്ന് പേരില്ല, അങ്ങനത്തെ പേരുകളൊന്നുമില്ല. അമ്പലം വിഴുങ്ങി എന്നാണ് ഉള്ളത്. ഇത് കൂടാതെ അമ്പലം വിഴുങ്ങുന്നവന് ഗോപുരം പപ്പടം എന്ന് പറഞ്ഞൊരു ചൊല്ലുണ്ട്. അതെന്താണ് സാർ അതിൻ്റെ അർത്ഥം? വലിയ അമ്പലം ഇയാൾ വിഴുങ്ങുകയാണ്. അപ്പോൾ ഈ നിൽക്കുന്ന ഗോപുരം, അമ്പലത്തിൻ്റെ മൊത്തം സ്ട്രക്ചറും ഏരിയയൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഗോപുരം എന്ന് പറയുന്നത് അയാളെ സമയത്തോളം പപ്പടമാണ്. ഓക്കെ. കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാതെ പപ്പടമാണ് ഈ ഗോപുരം എന്ന് പറയുന്നത്. അത്രയ്ക്ക് നിസ്സാരമാണ്. അത്രയ്ക്ക് നിസ്സാരമാണ്. ആ മെയിൻ മൂർത്തി അടക്കം അയാൾ മൊത്തം അമ്പലം വിഴുങ്ങുകയല്ലേ? അതെ അതെ അതെ. അപ്പോൾ അങ്ങനെ വിഴുങ്ങി വയറ് നിറയ്ക്കുന്നവന് ഗോപുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈശ്വരൻ്റെ പ്രതിഷ്ഠയോ സംഗതിയോ ഒന്നുമില്ല, സ്വർണമോ വെള്ളിയോ ഒന്നും തന്നെയില്ല, ഒരു സ്ട്രക്ചറാണ് ഗോപുരം. അതയാൾ പപ്പടം പോലെ കടിച്ചു തിന്നും എന്നർത്ഥം. അതെ. അല്ല, ഈ പഴഞ്ചൊല്ലുണ്ടാവാനും ഈ വാക്കുണ്ടാകാനും ഒക്കെ കാര്യം ഈ കൊള്ള വളരെ പുരാതന കാലം മുതൽ നടന്നിരുന്നു എന്നാണ്. അത് നടക്കാത്ത സമയങ്ങൾ അത്യപൂർവമായിരുന്നു. പക്ഷേ മാർത്താണ്ഡവർമ്മയുടെ കാലത്തൊക്കെ ഈ തൊട്ടാൽ കഴുത്ത് വെട്ടിക്കളയുമെന്നുള്ള അവസ്ഥയിൽ ആൾക്കാർ ഭയന്നിട്ട് എടുക്കാതിരുന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ അമ്പലം വെച്ച് തന്നെ ഒരുപാട് പേര് ജീവിക്കുകയും നന്നാകുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെൻറ്റിമെൻ്റൽ ടോക്കാണ്. മനസ്സിലായ? അയ്യപ്പനെ തൊട്ടാൽ അവൻ അനുഭവിക്കും. ലിയോ ആലോചിച്ച് നോക്കി, എന്തനുഭവിക്കാനാണ്? ഞാൻ ശബരിമലയിൽ സ്വർണ്ണമൊക്കെ കട്ടു, സന്തോഷമായിട്ട് ജീവിച്ചു. 84 വയസ്സായി. 84-ാം വയസ്സിൽ ഞാൻ കിടപ്പിലായി, അല്ലെങ്കിൽ ക്യാൻസർ വന്നു. 1-2 വർഷം കിടന്ന് പുഴുത്തോ പഴുത്തോ എങ്ങനെയെങ്കിലും ഞാൻ ചത്തുപോകുന്നു. വാട്ട് ഈസ് ദെയർ? 84 വർഷം അടിച്ചു പൊളിച്ച് ഞാൻ ജീവിച്ചില്ല എന്ന്. അവസാനത്തെ 2 വർഷം ഞാൻ കിടക്കുമ്പോൾ അതിൻ്റെ ദുരിതം മറ്റുള്ളവർക്കാണ്, എനിക്കല്ല. ഞാൻ ബോധമില്ലാതെ കിടക്കുകയല്ലേ കോമയിൽ, എനിക്കെന്താ കുഴപ്പം? എന്നിട്ട് ആൾക്കാർ പറയുകയാണ്, കണ്ടോ അയാൾ അനുഭവിക്കുന്നത് അയ്യപ്പൻ്റെ മുതൽ കട്ടതിൻ്റെയാണ്. അയാൾക്ക് സുഖ അനുഭവങ്ങൾ മുഴുവൻ അയാൾ അനുഭവിച്ചു കഴിഞ്ഞു 84 വർഷം കൊണ്ട്. പിന്നെ 2 വർഷം അയാൾ കിടന്നു കഴിഞ്ഞാൽ അയാൾക്കെന്താ? അയാളുടെ ഭാര്യയ്ക്കും മക്കൾക്കുമാണ് പാട്. ഈ പണ്ടാരക്കാലനെ ആശുപത്രി കൊണ്ടുപോകും, തിരിച്ചു കൊണ്ടുപോകും, ആ കഴുക് കുളിപ്പിക്കുക. ഇയാൾ ബോധമില്ലാതെ കിടക്കുകയില്ലേ ഇങ്ങനെ. അപ്പോൾ ഇങ്ങനെ ദൈവം ഇൻ്റർഫിയർ ചെയ്തിട്ട് നമ്മളെ രക്ഷിക്കുമെന്നൊന്നും ഒരു ഭക്തനും വിചാരിക്കരുത്. അവന് നമുക്ക് വേണ്ടിയിട്ടാണ് ശബരിമല, നമുക്കുള്ളതാണ് സ്വർണം, നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. അല്ലാതെ ദൈവത്തിന് സ്വയം പ്രകാശിക്കുന്നതിന് വിളക്കിൻ്റെ ആവശ്യമുണ്ടോ? ശരിയാണ്. ഈ ഓരോന്നും നമ്മൾ ചെയ്യുന്നത് മനുഷ്യരാശിക്ക് വേണ്ടിയിട്ടാണ്, സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഉത്തരവാദിത്വ ബോധം സമൂഹം കാണിച്ചില്ലെങ്കിൽ ദൈവം അത്രയും പോലും അയ്യപ്പന് സ്വർണത്തിൻ്റെ ആവശ്യം എന്താ?
ഇല്ല. അയ്യപ്പനോ ഗണപതിക്കോ മഹാവിഷ്ണുവിനോ ഗുരുവായൂരപ്പനോ ഒന്നും സ്വർണവും വേണ്ട, വെള്ളിയും വേണ്ട, ഒരു മണ്ണാങ്കട്ടയും വേണ്ട. അതെ. അത് വേണ്ടത് നമുക്കാണ്. നമ്മളാണ് അത് സ്വരൂപിച്ച് വയ്ക്കുക, അടുത്ത തലമുറയ്ക്ക് കൈമാറുകയും സൂക്ഷിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമ്മളാണ്. വി ഹാവ് മിസറബിളി ഫെയിൽഡ് ആസ് എ സൊസൈറ്റി. കരഞ്ഞുകൊണ്ടിരിക്കാനാണ് വിധി. എന്നിട്ട് ദൈവത്തെ വിളിച്ചിട്ട് അയ്യപ്പൻ കൊടുക്കും, അയ്യപ്പൻ കൊടുക്കുകയില്ല. അയ്യപ്പനിങ്ങനെ എൻ്റെ മുതൽ കെട്ട ആരടാ എന്നാൽ അവനോട് പ്രതികാരം ചെയ്തിട്ട് ബാക്കി കാര്യം എന്ന് പറയുന്നൊരു ദൈവമല്ല. ഒരു ദൈവവും പ്രതികാരദാഹിയല്ല. അവരിത് അന്വേഷിച്ചതിൻ്റെ പിന്നാലെ വരാറുമില്ല. കർമ്മഫലം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം, വേണമെങ്കിൽ. അതെ. അതല്ലാതെ ഈശ്വരൻ പിന്നാലെ വന്നിട്ട് ആരെങ്കിലും ഉപദ്രവിച്ച ചരിത്രമില്ല, വരില്ല. ഫെയിൽഡ് സൊസൈറ്റി, അതാണ് എൻ്റെ മനസ്സിൽ കൊണ്ട ഒരു വാക്ക്. നമ്മൾ ഒരു ഫെയിൽഡ് സൊസൈറ്റിയുടെ ഭാഗമാണോ എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മുടെ സ്വർണ്ണമാണ് അല്ലെങ്കിൽ നമ്മുടെ സമ്പത്താണ് മറ്റുള്ളവർ കവർന്നെടുക്കുന്നത് എന്ന ഒരു ചിന്ത, അത് എപ്പോഴും ഉണ്ടായിരുന്നാൽ നന്ന്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇന്ന് പലരും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്നൊരു സാഹചര്യം. അവിടെയാണ് ഇത്തരത്തിലുള്ള കേസുകൾ ഉയർന്നു വരുന്നതും ചർച്ചയാകുന്നതും അങ്ങനെ അങ്ങ് താന്നു പോകുന്നതും സംശയത്തിൻ്റെ മുൾമുനയിൽ നിന്നവരൊക്കെ തന്നെ രക്ഷപ്പെട്ട് പോകുന്നതും. ഏതായാലും കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. വളരെയധികം നന്ദി സർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. താങ്ക് യു. ടോക്കിംഗ് പോയിൻറ്റിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.